ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സ്വെൽ വേവ്സ്, ഇനീഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ്, ഹെൽത്ത് ഡ്രിങ്ക്, ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഫോർ കോങ്കോ, ആത്മനിർഭർ ഇൻ ഡിഫൻസ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് സോമിയ. അപ്പോൾ അതിലാദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വെൽ വേവ്സിനെ കുറിച്ചാണ്. ഈ സ്വെൽ വേവ്സിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഇപ്പോൾ കടലാക്രമണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു കാരണമായിട്ട് പറയപ്പെടുന്നത് ഈ സ്വെൽ വേവ്സ് ആണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സ്വെൽ വേവ്സ് എന്ന് മനസ്സിലാക്കുക. ഇത് ഗ്രൗണ്ട് സ്വെൽസ് എന്നുള്ള പേരിലും ഈ ഒരു വേവ്സ് അറിയപ്പെടുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ കടലിൽ കരയിലേക്ക് അടിച്ചു കയറുന്ന വേവ്സിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വിൻഡാണ്. അതായത് ആ ഒരു പ്രദേശത്ത് ഉണ്ടാകുന്ന കാറ്റാണ്. പക്ഷേ ഡിസ്റ്റൻ്റ് ആയിട്ട്, അതായത് ഉൾക്കടലിൽ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള കാറ്റുകൾ കാരണം, ഹാരിക്കെയിനൊക്കെ പോലുള്ള ഉൾക്കടലിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് സ്റ്റോംസ് കാരണം ഒരു പ്രദേശത്തേക്ക് കടലാക്രമണം നടക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെയാണ് സ്വെൽ വേവ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലോക്കലി നോക്കിക്കഴിഞ്ഞാൽ വേവ്സ് ഉണ്ടാകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ വേവ്സ് ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയോ കാരണങ്ങളൊന്നും ലോക്കലി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്വെൽ വേവ്സിൻ്റെ ഒരു ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോക്കൽ പോപ്പുലേഷൻ ഇതിനെക്കുറിച്ചൊരു മുൻകൂർ ആയിട്ട് മനസ്സിലാക്കാനുള്ള ചാൻസസ് അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. കാരണം അവർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഹാരിക്കെയിനൊക്കെ പോലത്തെ സ്റ്റോംസ് കാരണം ഇത്തരത്തിൽ വേവ്സ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഹാരിക്കെയിൻ്റെ ഒക്കെ എനർജി എയറിൽ നിന്ന് വാട്ടറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയും അത് വലിയ രീതിയിലുള്ള ഹൈ വേവ്സിന് കാരണമാവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള വേവുകൾ തൗസൻഡ്സ് ഓഫ് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് ഒരു ഷോറിൽ എത്തുന്നത് വരെ ഈ വേവ്സ് സഞ്ചരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ വേവ്സിനെ നമ്മൾ നോർമലി കാണുന്ന വേവ്സിനെക്കാട്ടിലൊക്കെ വേവ് ലെങ്ത് കൂടുതലായിരിക്കും. നമ്മുടെ ഇന്ത്യയുടെ കോസ്റ്റൽ ഏരിയാസിൽ ഈ സ്വെൽ വേവുകൾ നോർമലി കാണാറുള്ളത് ഇന്ത്യൻ ഓഷൻ റീജിയനിൽ വരുന്ന ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഫിനോമിന കാരണമാണ്. പക്ഷേ ഇപ്പോൾ ഈ കേരളത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ഈ ഒരു സ്വെൽ വേവിനുള്ള കാരണമായിട്ട് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷനിലുള്ള ചില പ്രതിഭാസങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 10,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് ഈ വേവ്സ് ഇങ്ങനെ എത്തുന്നതെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഈ സ്വെൽ വേവ്സിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു, ഇത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വിൻസ് കാരണമല്ല ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോക്കൽ കമ്മ്യൂണിറ്റീസിന് ഈ സ്വെൽ വേവ്സിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ, ഇങ്ങനെ ഒരു വേവ് വരാനുള്ള ചാൻസ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് ഉള്ളതുകൊണ്ട് തന്നെ അവരിതിനെക്കുറിച്ച് മുൻകൂർ വാണിംഗ് ഒരു 7 ദിവസം മുമ്പൊക്കെ വാണിംഗ് കൊടുക്കാറുണ്ട് ഇത്തരത്തിലുള്ള സ്വെൽ വേവിന് സാധ്യത ഉണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇനീഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ് അല്ലെങ്കിൽ ICET എന്ന് പറയുന്നതാണ്. ഇത് ഇന്ത്യക്കും US-നും ഇടയിലുള്ളൊരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ India-US റിലേഷൻസിനകത്ത് ഇപ്പോൾ കുറച്ച് അത്ര സുഖകരമായിട്ടല്ല പ്രസന്റ്ലി നമ്മുടെ India-US റിലേഷൻസ് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ പോകുന്നത്. ഇപ്പോൾ എസ്പെഷ്യലി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒക്കെ അറസ്റ്റിന് ശേഷം അതിനെതിരായിട്ട് അല്ലെങ്കിൽ അതിനകത്തൊരു ഫെയർ ആയിട്ടുള്ള ട്രയൽ നടത്തണം എന്നൊക്കെ പറഞ്ഞാൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ത്യയുടെ ഇന്റേണൽ അഫയേഴ്സിനകത്ത് കൈ കടത്തുന്നതാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അതിനോട് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ India-US റിലേഷൻസിനകത്ത് ഇപ്പോൾ ചെറിയൊരു ഡിപ്പ് ഉണ്ടെങ്കിലും നമ്മൾ തമ്മിലുള്ള സ്ട്രാറ്റജിക് റിലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം ഇപ്പോൾ ഇന്ത്യയുടെയും US-ൻ്റെ ഒക്കെ ചില ഹൈ ലെവൽ വിസിറ്റുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിലുള്ള ഒരു കാര്യമാണ് ഈ ഇനീഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു മീറ്റിംഗ് ഈ അടുത്തായിട്ട് മിക്കവാറും നടക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12-നകത്തൊരു വാർത്തയുണ്ട്. ആ കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ICET എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയും US-ഉം തമ്മിലുള്ള ഒരു കൊളാബറേറ്റീവ് ഫ്രെയിം വർക്കാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എമർജിംഗ് ടെക്നോളജീസ്, ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലുള്ള എമർജിംഗ് ടെക്നോളജീസിനകത്ത് പരസ്പരം സഹകരിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഇതൊരു ട്രീറ്റിയോ കാര്യങ്ങളൊന്നുമല്ല. ഇതുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് എവിടെയും സ്പെൽ ഔട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്യുന്നത് 2022 മെയ് മാസത്തിൽ ക്വാഡിൻ്റെ സമ്മിറ്റ് നടക്കുന്ന സമയത്താണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും US പ്രസിഡന്റും കൂടി ചേർന്നത് ലോഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഇനീഷ്യൽ സമ്മിറ്റ് നടക്കുന്നത് 2023-ലാണ്. അപ്പോൾ ഈ സമ്മിറ്റുകൾ നടക്കാറുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ഇനീഷ്യേറ്റീവിനെ ഇന്ത്യയുടെയും US-ൻ്റെയും സൈഡിൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്നത് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കേസിലാണെങ്കിൽ അവരുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലുമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കേസിലാണെങ്കിൽ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റ് ആണ്. അതായത് ഇന്ത്യയുടെയും US-ൻ്റെയും കേസിൽ ഇതിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്ത് പങ്കെടുക്കാറുള്ളത് 2 രാജ്യങ്ങളുടെയും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഈ പറയുന്ന ഇനീഷ്യേറ്റീവിനകത്ത് പ്രധാനപ്പെട്ട
ഒരു 6 ഫോക്കസ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഈ എമേർജിംഗ് ടെക്നോളജീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോപ്പറേഷന്. ഒന്ന്, സ്ട്രെങ്തനിങ് ഇന്നൊവേഷൻ എക്കോസിസ്റ്റം. രണ്ടാമതായിട്ട് ഡിഫൻസ് ഇന്നൊവേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ടെക്നോളജി കോപ്പറേഷൻ. സെമി കണ്ടക്ടർ സപ്ലൈ ചെയിന്, സ്പേസ്, അതുപോലെ തന്നെ സ്റ്റെം, സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്സ് ടാലൻറ്റ്, അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ ടെലികോം എന്നീ 6 മേഖലകളാണ് ഇപ്പോൾ പ്രയോറിറ്റി ഏരിയാസ് ആയിട്ട് ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയാസിൽ 2 രാജ്യങ്ങളും കോ ഡെവലപ്മെന്റും അതുപോലെ തന്നെ കോ പ്രൊഡക്ഷനും ഒക്കെ നടത്തുന്നതാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഹെൽത്ത് ഡ്രിങ്ക്സിനെ കുറിച്ചാണ്. സോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിലുള്ള ചില ഇ-കൊമേഴ്സ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് അവർ വിൽക്കുന്ന ചില ബിവറേജസിനെ ഹെൽത്ത് ഫുഡുകൾ എന്ന് ക്ലാസിഫൈ ചെയ്ത് വിൽക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഈ ഫുഡ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെഗുലേറ്റിംഗ് അതോറിറ്റിയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന കമ്പനികൾക്കൊരു വാർണിംഗ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ നിലവിലുള്ള ഫുഡ് സേഫ്റ്റി ലെജിസ്ലേഷൻസ് അനുസരിച്ച് ഹെൽത്ത് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ഫുഡ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യണം. അതായത് പലപ്പോഴും ഇങ്ങനെ ഹെൽത്ത് ഡ്രിങ്ക്സ് ആയിട്ട് അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന ഡ്രിങ്ക്സ് എല്ലാം തന്നെ ഡയറി ബേസ്ഡോ അല്ലെങ്കിൽ സെറിയൽ ബേസ്ഡോ മാൾട്ട് ബേസ്ഡോ ഒക്കെ ആയിട്ടുള്ള ബിവറേജസ് ആയിരിക്കും. അപ്പോൾ അത് ആ രീതിയിൽ ക്ലാസിഫൈ ചെയ്യണമെന്നും ഈ ഹെൽത്ത് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് ഇതിന് സെല് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നിയമത്തിനകത്ത് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഫോർ കോങ്കോ എന്നാണ്. അതായത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോക്ക് ആദ്യത്തെ ഒരു വുമൺ പ്രൈം മിനിസ്റ്ററിനെ ഇപ്പോൾ ഒരു അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 18 ഒരു വാർത്തയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ കൂടെ ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ആഫ്രിക്കയിലെ സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രിയാണ് ഇൻ ടേംസ് ഓഫ് ടെറിട്ടറി. 2ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറയുന്നത്. ഇത് ആഫ്രിക്കയിലെ 2ാമത്തെ വലിയൊരു രാജ്യമാണെങ്കിലും നിയർലി ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് DRC എന്ന് പറയുന്നത്. വളരെ ചെറിയ ഒരു കോസ്റ്റ് ലൈൻ ഇവർക്കുള്ളതുകൊണ്ട് മാത്രമാണ് ഇവരൊരു ലാൻഡ് ലോക്ക്ഡ് രാജ്യമായിട്ട് അറിയപ്പെടാത്തത്. അറ്റ്ലാന്റിക് ഓഷനുമായിട്ട് വളരെ ചെറിയൊരു നാരോ കോസ്റ്റ് ലൈൻ ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ അടുത്തുള്ള രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോർത്തേൺ സൈഡിലായിട്ട് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, അതുപോലെ തന്നെ സദേൺ സൈഡിലായിട്ട് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കും അതുപോലെ തന്നെ നോർത്തിൽ തന്നെയായിട്ട് സൗത്ത് സുഡാനും ഉണ്ട്. ഈസ്റ്റിലായിട്ട് ഉഗാണ്ട, അതുപോലെ തന്നെ റുവാണ്ട, ബറുണ്ടി, ടാൻസാനിയ എന്നീ രാജ്യങ്ങളൊക്കെയാണ് ഈസ്റ്റിലുള്ളത്. സൗത്തിൽ സാംബിയയും സൗത്ത് വെസ്റ്റിലായിട്ട് അങ്കോളയുമാണ് ഉള്ളത്. ഓക്കെ, ഇനി ഇത് കൂടാതെ ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ അല്ലെങ്കിൽ DRCയുടെ പ്രധാനപ്പെട്ട ഒരു ജിയോഗ്രഫിക്കൽ ഫീച്ചറാണ് ഈ അവിടെയുള്ള ഒരു കാട്ടങ്ക പ്ലേറ്റു എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാമിംഗ് ആൻഡ് റാഞ്ചിങ് റീജിയനാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള കോപ്പർ പ്രൊഡക്ഷൻ ഒക്കെ വളരെ ഫേമസ് ആണ് ഈ കാട്ടങ്ക പ്ലേറ്റു എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ആത്മനിർഭർ ഭാരത് ഇൻ ഡിഫൻസ് ആണ്. സോ ആത്മനിർഭർ ഭാരത് ഇൻ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇന്ത്യനെ മാനുഫാക്ചറിങ് സെക്ടറിൽ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിനകത്ത് ഇന്ത്യയെ സെൽഫ് സഫീഷ്യൻ്റ് ആക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊറോണയുടെ ഒക്കെ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇനീഷ്യേറ്റീവാണ് ഈ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത്. സെൽഫ് റിലയൻറ്റ് ഇന്ത്യ എന്നാണ് അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ. അപ്പോൾ ഡിഫൻസ് സെക്ടറിലുള്ള ഈ സെൽഫ് റിലയൻസ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 13 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലൊക്കെ വരുന്നൊരു തിങ്ക് ടാങ്ക് ആണ് മനോഹർ പരീക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡയറക്ടർ ജനറലാണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ ഡിഫൻസ് സെക്ടറിനകത്ത് സെൽഫ് റിലയൻസ് വേണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഈ ഡിഫൻസ് സെക്ടറിനകത്ത് നമ്മുടെ മാനുഫാക്ചറിങ് കേപ്പബിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യണം, എന്തുകൊണ്ട് നമ്മൾ അതിനകത്ത് സ്വയം പര്യാപ്തത കൈവരിക്കണം എന്ന് ചോദിച്ചാൽ അതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് ഈ പറയുന്ന ഇന്ത്യക്ക് നമ്മുടെ വെപ്പൺസ് മാനുഫാക്ചറിങ്ങിനകത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് കുറക്കാൻ സാധിക്കും. കാരണം നമ്മൾ നിലവിലുള്ള അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് യൂസ് ചെയ്യുന്ന വെപ്പൺസിൽ മെജോറിറ്റിയും, എസ്പെഷ്യലി ആർമിയുടെ ഒക്കെ കേസിൽ മെജോറിറ്റിയും നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ രാജ്യങ്ങളുമായിട്ട് നമുക്ക് എല്ലാ കാലത്തും ഒരു ഫ്രണ്ട്ലി റിലേഷൻ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ റിലേഷനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള സ്പെയർ പാർട്സും അല്ലെങ്കിൽ ഇതിനുള്ള സർവീസസ് ഒന്നും കിട്ടാതെയാവും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് മുകളിൽ ചില പ്രഷർ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് റിലേഷൻസിനകത്ത് നമുക്ക് അത്രത്തോളം ഒരു ഫ്രീഡം തരാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഈ ഡിപ്പെൻഡൻസ് നമുക്ക് കുറക്കാൻ സാധിക്കും. മറ്റൊന്ന്, നമ്മൾ ഈ പുറത്തുനിന്ന് വെപ്പൺസ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ത്യയുടെ ഫോറക്സ് റിസർവ്
കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് കൊടുത്തിട്ടാണ് ഈ പുറത്തുനിന്ന് ഈ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമുക്കൊരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി എക്സ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്കുള്ളത് ട്രേഡ് ഡെഫിസിറ്റ് ആണ്. അപ്പോൾ ആ ട്രേഡ് ഡെഫിസിറ്റ് കുറക്കാൻ ഇത് സഹായിക്കും. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് കൺസേർവ് ചെയ്യാനും ട്രേഡ് ഡെഫിസിറ്റ് കുറക്കാനൊക്കെ ഈ പറയുന്ന സെൽഫ് റിലയൻസ്, ഡിഫൻസ് സെക്ടറിലുള്ള സെൽഫ് റിലയൻസ് സഹായിക്കും എന്ന് പറയാം. അതുകൂടാതെ ഇതിൻ്റെ ഒരു എക്കണോമിക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഈ ഡിഫൻസ് സെക്ടറിനകത്ത് സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് മാത്രമല്ല, ഇതിൻ്റെ എൻറ്റയർ സപ്ലൈ ചെയിന് നമ്മുടെ രാജ്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടും. കാരണം മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ജോലി സാധ്യതകളുള്ള ഒരു മേഖലയാണ്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടും. അതുകൂടാതെ നമുക്ക് ഈ ഡിഫൻസ് എക്യുപ്മെൻസിൻ്റെ എക്സ്പോർട്ടിൻ്റെ കൂടെ നമുക്ക് വരുമാനം കണ്ടെത്താനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാണ് ഇതും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്ത്യൻ ഒരു മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് സ്കീമാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്കീം തന്നെയാണിത്. പിന്നെ ഇതിനു വേണ്ടി മാത്രമായിട്ട് അതായത് ഡിഫൻസ് സെക്ടറിലുള്ള ലോക്കൽ മാനുഫാക്ചറിങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇന്നൊവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് അല്ലെങ്കിൽ ഐഡെക്സ് എന്ന് പറയുന്ന സ്കീം. ഇത് 2018 ഇത് ലോഞ്ച് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇതൊരു ഗവൺമെൻറ് ലെഡ് ഇനീഷ്യേറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഡിഫൻസ് സെക്ടറിനകത്തുള്ള ഇന്നൊവേഷൻ, അതുപോലെ തന്നെ റിസർച്ച്, ഡെവലപ്മെൻറ്റ്, ഈ കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇന്നൊവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് എന്ന് പറയുന്നത്. ഡിഫൻസ് സെക്ടറിലും എയറോസ്പേസ് സെക്ടറിലുള്ള ഇന്നൊവേഷന്, റിസർച്ച്, ഡെവലപ്മെൻറ്റ് എന്നിവയെ പ്രൊമോട്ട് ചെയ്യാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് ഇന്ത്യക്ക് ഒരു ഡിഫൻസ് സെക്ടറിനകത്ത്, ഡിഫൻസ് പ്രൊഡക്ഷനകത്ത് സെൽഫ് റിലയൻസ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. മറ്റൊന്ന് ശ്രീജൻ പോർട്ടലാണ്. ശ്രീജൻ പോർട്ടൽ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അതായത് ഇന്ത്യൻ കമ്പനീസിന് ഈ ഡിഫൻസ് പ്രൊഡക്ഷൻ്റെ ഇൻഡിജിനൈസേഷനകത്ത് അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള ഈ ഡിഫൻസ് എക്യുപ്മെൻറ്റുകളുടെ നിർമ്മാണത്തിനകത്ത് ഇന്ത്യയിലെ പ്രൈവറ്റ് കമ്പനീസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രീജൻ പോർട്ടൽ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള സപ്ലയേഴ്സിന് ഈ പറയുന്ന ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ കുറിച്ചും ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ കൂടുതൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഡിഫൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ട്. ഇപ്പോൾ HAL ഒക്കെ പോലത്തെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ഒക്കെ പോലുള്ള കമ്പനികളുമായിട്ട് ഇവരെ കണക്ട് ചെയ്യാം. കാരണം HAL ഒക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഈ സുഖോയ് 30 MKA പോലുള്ള വിമാനങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട കോമ്പോണൻസും പാർട്സൊക്കെ എന്താണെന്നുള്ളത് ഈ പോർട്ടലിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ അതിലൂടെ ഇന്ത്യയിലെ പ്രൈവറ്റ് കമ്പനീസിന് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഡിഫൻസ് സെക്ടർ ഈ പബ്ലിക് സെക്ടർ ഡിഫൻസ് അണ്ടർടേക്കിങ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊന്ന് ഇന്ത്യയുടെ ഡിഫൻസ് അക്വിസിഷൻ പ്രോഗ്രാമാണ് DAP 2020 എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഈ 2020 DAPക്കകത്ത് പറയുന്നത് ഒരു മാൻഡേറ്ററിലി പറയുന്ന ഒരു പ്രൊവിഷനാണ്. ഇന്ത്യ പുറത്തുനിന്ന് വെപ്പൺസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു 50% ഇൻഡിജീനിയസ് കണ്ടന്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഇന്ത്യൻ മിലിറ്ററി വെപ്പൺസ് പ്രൊക്യൂർ ചെയ്യുന്ന സമയത്ത് ആ പ്രൊക്യൂർ ചെയ്യുന്ന വെപ്പൺസിനകത്ത് 50% എങ്കിലും ഇൻഡിജിനസ് കണ്ടന്റ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യ ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ നിന്നൊരു വെപ്പൺ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് 50% ഇൻഡിജിനസ് കണ്ടന്റ് ആയിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് അച്ചീവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്ത്യ പർച്ചേസ് ചെയ്യുന്നത് വലിയ മാസ് ക്വാണ്ടിറ്റി ഉള്ള അല്ലെങ്കിൽ വലിയ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് വർത്ത് ആയിട്ടുള്ള വെപ്പൺസ് ആയിരിക്കും പലപ്പോഴും, അല്ലെങ്കിൽ കോൺട്രാക്റ്റുകളായിരിക്കും. അപ്പോൾ ഈ കമ്പനികൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ അവരുടെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബോ അല്ലെങ്കിൽ അവരുടെ ഒരു ഈ പറയുന്ന സ്പെയർസ് ക്രിയേറ്റ് ചെയ്യുന്ന ഹബ്ബുകളോ മാനുഫാക്ചറിങ് യൂണിറ്റുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നിർബന്ധിതരാകും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ കമ്പനി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഇന്ത്യയിൽ ഒരു മാനുഫാക്ചറിങ് ഹബ്ബ് തുടങ്ങും, ഇന്ത്യയിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കും. ആ പ്രൊഡക്ട്സ് അവർക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിന് വിൽക്കാൻ പറ്റും. അപ്പോൾ അത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനും ഇന്ത്യയിൽ പറയുന്ന ഡിഫൻസ് മാനുഫാക്ചറിങ് സെക്ടർ ഡെവലപ്പ് ചെയ്യാനും അത് സഹായിക്കും. ഇനി അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു ഇനീഷ്യേറ്റീവാണ് പോസിറ്റീവ് ഇൻഡിജിനൈസേഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് ഇൻഡിജിനൈസേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിസ്റ്റിനകത്ത് നിലവിൽ ഏകദേശം 5000-ഓളം ഐറ്റംസ് ആണ് ഈ പോസിറ്റീവ് ഇൻഡിജിനൈസേഷൻ ലിസ്റ്റിനകത്തുള്ളത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഗവൺമെൻറ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിനകത്തുള്ള ഉൾപ്പെട്ടിട്ടുള്ള ഐറ്റംസ് ഇന്ത്യയിലെ ഡിഫൻസ് ഫോഴ്സസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആംഡ് ഫോഴ്സസ് പ്രൊക്യൂർ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, നമ്മുടെ ആർമിയോ നേവിയോ എയർഫോഴ്സോ ഒക്കെ ഈ പറയുന്ന ലിസ്റ്റിൽ പെടുന്ന സാധനങ്ങളാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് ഇന്ത്യയിൽ നിന്ന് മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഡൊമസ്റ്റിക് സോഴ്സസിൽ നിന്ന് മാത്രമേ അത് പർച്ചേസ് ചെയ്യാൻ പറ്റൂ എന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡിഫൻസ് സെക്ടറിനെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും ഇന്ത്യൻ ഗവൺമെൻറ് 2 ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ
ഇന്ത്യയിലെ ഡിഫൻസ് സെക്ടറിനകത്ത് ഇപ്പോൾ 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അലൗഡ് ആണ്. സോ FDI നോംസ് ഡിഫൻസ് സെക്ടറിനകത്ത് ലിബറലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്വീഡിഷ് ആംസ് മാനുഫാക്ചറാണ്, സ്വീഡനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധ കമ്പനിയാണ് സാബ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ഗ്രിപ്പൺ എന്നൊക്കെ പറയുന്ന ഒരു എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്ന കമ്പനിയാണ് സാബ്. അപ്പോൾ ഈ സാബ് ഇപ്പോൾ ഇന്ത്യയിൽ അവരുടെ ഒരു റോക്കറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി ഒരു 100% FDIയോട് കൂടിയിട്ട് അവരുടെ ആദ്യത്തെ പ്ലാന്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതൊക്കെ ഈ FDIയുടെ ലിബറലൈസേഷനിലൂടെ വന്നിട്ടുള്ള മാറ്റം കൊണ്ട് വന്നതാണെന്ന് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, അതുപോലെ തന്നെ ഡിഫൻസ് പ്ലാനിംഗ് കമ്മിറ്റി, ഇതൊക്കെ ഈ ഡിഫൻസ് സെക്ടറിനകത്തുള്ള കറപ്ഷൻ കുറക്കാനും ഈ ഇൻഡിജിനൈസേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ആത്മനിർഭർ ഭാരതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി ഈ പറയുന്ന ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സ് കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് അതുകൊണ്ടുണ്ടായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ ഡിഫൻസ് ഫോഴ്സസിന്, അതായത് നമ്മുടെ ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റിന്റെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് നമ്മൾ ക്യാപിറ്റൽ അക്വിസിഷന് വേണ്ടിയിട്ട്, അതായത് എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്യാപിറ്റൽ അക്വിസിഷൻ ബഡ്ജറ്റിന്റെ 75% 2023-24 കാലഘട്ടത്തിൽ ഡൊമസ്റ്റിക് പ്രൊക്യൂർമെന്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ വെപ്പൺസ് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഏകദേശം 23% പ്രൈവറ്റ് സെക്ടർ കമ്പനീസിനാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറിനകത്ത് നമ്മുടെ ഇന്ത്യയിലെ ഡിഫൻസ് മാനുഫാക്ചറിങ് സെക്ടറിനകത്ത് പ്രൈവറ്റ് സെക്ടർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിസിബിൾ എക്സാമ്പിൾ ആണത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് പ്രൊക്യൂർമെന്റിൽ വലിയ രീതിയിൽ നമ്മൾ ഡൊമസ്റ്റിക്കലി പ്രൊക്യൂർമെന്റ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതിലൂടെ കാണാൻ സാധിക്കും. രണ്ടാമത്തത്, ഇന്ത്യയിലെ ഡിഫൻസ് സെക്ടറിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയിലെ ഡിഫൻസ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് 2022-23 സാമ്പത്തിക വർഷത്തിൽ 1 ലക്ഷം കോടി രൂപയിൽ കൂടുതൽ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ഡിഫൻസ് പ്രൊഡക്ഷന്റെ മോണിറ്ററി വാല്യൂ 1 ലക്ഷം കോടി ക്രോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2013-17 കമ്പയർ ചെയ്യുന്ന സമയത്ത് 2018-22 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഡിഫൻസ് ഇമ്പോർട്ട്, അതായത് ഇന്ത്യ വെപ്പൺസ് ഇമ്പോർട്ട് ചെയ്യുന്നത്, ഇതൊരു കമ്പാരിറ്റീവ് ആയിട്ടുള്ള സ്റ്റഡിയാണ്, വെപ്പൺസ് ഇമ്പോർട്ട് ചെയ്യുന്നത് 11% കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് സ്റ്റോക്ക്ഹോം പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സിപ്രി എന്ന് പറയുന്നൊരു സംഘടന ഉണ്ട്, അവരുടെ റിപ്പോർട്ടിനകത്ത് പറയുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ 2019 ഈ സിപ്രിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 23ാമത്തെ ആംസ് എക്സ്പോർട്ടറാണ്. അതായത് വെപ്പൺസ് എക്സ്പോർട്ട് ചെയ്യുന്ന, കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലെ 23ാമത്തെ ഏറ്റവും വലിയ ആംസ് എക്സ്പോർട്ടർ ആയിരുന്നു 2019 സിപ്രി റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ. ഇപ്പോൾ ഈ 23ാമത്തെ റാങ്കിലൊന്നും ഇന്ത്യ ഇല്ല, പക്ഷെ അന്ന് 23ാം റാങ്കിലുണ്ടായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ സിപ്രിയുടെ ഈ റിപ്പോർട്ടിനകത്ത് ഈ ടോപ്പ് 25-നകത്ത് ഇന്ത്യ വരുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള റിപ്പോർട്ടിൽ ഇന്ത്യ ടോപ്പ് 25-ൽ ഇല്ല എന്നും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാലഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഡിഫൻസ് മാനുഫാക്ചറിങ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ US അല്ലെങ്കിൽ ചൈനയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഡിഫൻസ് മാനുഫാക്ചറിങ് ബേസ് ഇന്ത്യയിലില്ല എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഇന്ത്യയിൽ ഇപ്പോൾ ഈ പബ്ലിക് സെക്ടർ ഡിഫൻസ് മാനുഫാക്ചറിങ് കമ്പനീസ് ആണെങ്കിൽ പോലും അവർ പലപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്ന വലിയൊരു ശതമാനം കാര്യങ്ങളും ഫോറിൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ലൈസൻസ്ഡ് പ്രൊഡക്ഷൻ മാത്രമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു എക്കോ സിസ്റ്റം പറ്റുന്ന രീതിയിലുള്ളൊരു മാനുഫാക്ചറിങ് ബേസ് അല്ലെങ്കിൽ എൻറ്റയർ സപ്ലൈ ചെയിൻ ഇന്ത്യയിൽ ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഡിഫൻസ് മാനുഫാക്ചറിങ് സെക്ടറിന്റെ മെജോറിറ്റി പോർഷനും ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് കമ്പനീസ് ആണ്. അതായത് ഇവിടെ എപ്പോഴും പ്രൈവറ്റ് പ്ലേയേഴ്സിന് വലിയ വിസിബിൾ ആയിട്ടുള്ള ഒരു പ്രസൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൊക്യൂർമെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് ആണ്, അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊക്യൂർമെന്റ് പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊക്യൂർമെന്റ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ പ്രൈവറ്റ് കമ്പനീസ് ഈ സെക്ടറിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം ഇപ്പോൾ അവരൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ നടത്തിയിട്ട് അവരൊരു വെപ്പൺസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് വിറ്റ് പോവോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ ഡിഫൻസ് ഫോഴ്സസ് അത് പർച്ചേസ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊക്യൂർമെന്റ് പ്രോസസ്സാണ്, ഹൈ കോസ്റ്റ് ആണ്. എസ്പെഷ്യലി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മാനുഫാക്ചറിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് റെഗുലേഷൻസ് വളരെ സ്ട്രിക്റ്റ് ആണ്. അതുപോലെ തന്നെ ഫോറിൻ കമ്പനീസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ടെക്നോളജി ട്രാൻസ്ഫർ നമ്മൾ വിചാരിക്കുന്ന അത്രത്തോളം ബെറ്റർ അല്ല എന്നുള്ള, അല്ലെങ്കിൽ അത്രത്തോളം ടെക്നോളജി ട്രാൻസ്ഫർ നടക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റിക് ലൈസൻസിങ് ഇഷ്യൂസ് ഉണ്ട്.
നിലവിൽ ഇപ്പം നമ്മൾ ഇന്ത്യയിലെ ആംസ് ഇമ്പോർട്ട് നേരത്തെ പറഞ്ഞു അത് 11% കുറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രസന്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആംസ് ഇമ്പോർട്ടറാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സിപ്രിയുടെ ഒക്കെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലോകത്തിലെ ഏറ്റവും അധികം വെപ്പൺസ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇതൊക്കെ ചാലഞ്ചസ് ആയിട്ട് പറയാം. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് സോമിയയാണ്. സോ സോമിയ എന്ന് പറയുന്നത് ഒരു ജിയോഗ്രഫിക്കൽ ഏരിയനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ടേം ആണ്. ഇത് ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്ന വില്യം വാൻ ഷെൻഡൽ എന്ന് പറയുന്ന ആൾ, യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാമിലുള്ള ഒരു ഹിസ്റ്റോറിയൻ ആണ്. അദ്ദേഹം കോയിൻ ചെയ്തിട്ടുള്ള ഒരു പേരാണ് ഈ സോമിയ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലാൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള ഒരു പ്രദേശമുണ്ട്. ഓക്കെ, ദ മാസ് ഓഫ് മെയിൻലാൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രദേശത്തിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹിസ്റ്റോറിയൻ കോയിൻ ചെയ്ത പേരാണ് ഈ സോമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സോമിയ എന്ന് പറയുന്ന പ്രദേശം ഏതാണെന്നുള്ള കാര്യത്തിനകത്ത് ചില ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറീസ് ഉണ്ട്. പക്ഷേ ലാർജ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാർ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ ഭരണത്തിൻ്റെ കീഴിൽ വരാതിരുന്ന ചില ഹൈലാൻഡ് ഏരിയാസ് ആണ് ഈ പ്രദേശങ്ങൾ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ ഇന്ത്യയിൽ ഒരു മെയിൻ സ്ട്രീം എംപയറും ഭരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബർമയുടെ, മ്യാൻമാറിൻ്റെ ഈ ഒരു വെസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന പ്രദേശങ്ങൾ, ചൈനയുടെ യുനാൻ പ്രൊവിൻസ്, അതുപോലെ തന്നെ ഗൊയ്സോ പ്രൊവിൻസ്, അതുപോലെ തന്നെ ടിബറ്റ്, സിൻജിയാങ്ങിൻ്റെ ചില ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഇൻഡോ ചൈന പെനിൻസുലയിലുള്ള ഈ മലമ്പ്രദേശങ്ങളായിട്ട് കിടക്കുന്ന ഈ ഒരു സ്ഥലങ്ങൾ, ലാവോസ്, അതുപോലെ തന്നെ തായ്ലൻഡിൻ്റെ ചില പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതിനെയാണ് ഈ ഒരു ടേം ഉപയോഗിച്ചുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മാസിഫ് എന്ന് പറയുന്ന റീജിയൻ തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. പക്ഷെ ചില ആൾക്കാരൊക്കെ ഈ ഒരു ടേം പറയുന്ന സമയത്ത്, ഈ സോമിയ എന്ന് പറയുന്ന പേര് പറയുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ചില പ്രദേശങ്ങളും കൂടി ഉൾപ്പെടുത്താറുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ പ്രദേശങ്ങളിൽ ഹിസ്റ്റോറിക്കലി ഉണ്ടായിരുന്ന രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റുകളുടെ കൺട്രോളിൽ പെടാതെ ജീവിച്ചിരുന്ന കുറേ പ്രദേശങ്ങളുണ്ട്, അല്ലെങ്കിൽ ആളുകൾ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ചില പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളെ വിളിക്കുന്ന ഒരു പേരാണെന്ന് മനസ്സിലാക്കുക. ഇതിനെ ഒഫീഷ്യലി ഇപ്പോഴും വിളിക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മാസിഫ് എന്നുള്ള പേരിലാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിന് അത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.